സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. ഇതൊരു കൗതുക വാർത്തയാണ്. ഇതിനൊരു സ്ഥിരീകരണമൊന്നുമില്ല. എങ്കിൽ പോലും വാർത്തകൾ അങ്ങനെയാണല്ലോ. എല്ലാ വാർത്തയും സ്ഥിരീകരിച്ച് പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് സയൻറ്റിഫിക് വാർത്തകളൊക്കെ പലതും പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. എന്നാലും നമുക്ക് കിട്ടുന്ന രസകരമായൊരു വാർത്ത, അമീബിക് മസ്തിഷ്ക ജ്വരം കേരളത്തിൽ വ്യാപിക്കുകയാണ്. ഇത് കൂടുതലും കുട്ടി നേതാക്കൾക്കാണ് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്നൊരു വാർത്ത. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തുള്ള കുട്ടി നേതാക്കൾക്കാണ് ഇത് കൂടുതൽ വരുന്നത്. അപ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം സഹാക്കൾക്കില്ല കേട്ടോ. കാരണം ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയതുകൊണ്ട് സഹാക്കൾ കുറച്ച് സമരം കുറവാണല്ലോ. എന്നാലും ഉണ്ട്, എന്നാലും വളരെ കൂടുതലില്ല. അപ്പോൾ സഹാക്കൾക്കല്ല, അല്ലാതെയുള്ള കുട്ടി നേതാക്കൾക്കാണ്. BJP, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, RSP അങ്ങനെ തുടങ്ങിയിട്ടുള്ള കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുട്ടി നേതാക്കൾക്ക്, യുവജന നേതാക്കൾക്ക്, മഹിളാ നേതാക്കൾക്കുമാണ് ഇപ്പോൾ മസ്തിഷ്ക ജ്വരം കൂടുതൽ വരുന്നത്. അങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് ജലപീരങ്കിയാണ് വില്ലൻ. കാരണം ഈ ജലപീരങ്കി കുടിക്കാൻ കൊള്ളാവുന്ന വെള്ളമൊന്നും അല്ലല്ലോ. അത് തോട്ടിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന വെള്ളം, അത്ര ക്വാളിറ്റിയുള്ള വെള്ളം അല്ലതോ. അതിനകത്ത് മഞ്ഞ കളർ ചിലപ്പോൾ വ്യത്യാസം കാണും, ചിലപ്പോൾ അതിനകത്ത് കോളി ബാക്ടീരിയ കാണും, പലതും കാണും. കാരണം അത് കൊണ്ടുവരുന്ന സ്ഥലം, അതിൻ്റെ സോഴ്സ് കറക്റ്റ് അല്ല. അതിൻ്റെ ശുദ്ധിയൊക്കെ പ്രശ്നമാണ്. 12,000 ലിറ്റർ വരെയാണ് ഒരു ജലപീരങ്കി. വരുണാണ് ആശാൻ. വരുണം എന്ന് പറഞ്ഞാൽ വെള്ളം എന്നുള്ള അർത്ഥത്തിലാണ്, വരുണ ഭഗവാൻ. അപ്പോൾ അതുകൊണ്ട് 12,000 ലിറ്ററാണ് ശേഷി. വെള്ളം ചീറ്റുക 60 മീറ്റർ ദൂരെ വരെ. നമ്മുടെ അടുത്ത് സമരമൊക്കെ വെച്ച് വരുമ്പോൾ ഒരു 60 മീറ്റർ വരെ വളരെ ഫോഴ്സിൽ വെള്ളം ചീറ്റും. അപ്പോൾ ഇത് നേരെ നിൽക്കുകയാണെങ്കിൽ കറക്റ്റ് മണ്ടയിൽ തന്നെ അടിച്ചു കയറും, മൂക്കിൽ തന്നെ അടിച്ചു കയറും, മണ്ടയിൽ കയറും. മിനിറ്റിൽ ചീറ്റുന്നത് 2000 മുതൽ 14 ലിറ്റർ വരെയാണ് ഒരു മിനിറ്റിൽ. അപ്പോൾ അത്ര സ്പീഡിലാണ് ഇത് പോകുന്നത്. ഭയങ്കര നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ സ്പീഡുണ്ട്. വെള്ളത്തിലൊരു കറണ്ട് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും ഫോഴ്സിന് ഇത് അടിക്കുമ്പോൾ ആളുകൾ തലകറങ്ങി വീഴുകയും അറിയാതെ വാ തുറക്കുകയും ചെയ്യും. നമുക്കൊരു ബോധത്തില്ലാതെ നമ്മൾ വീഴുമ്പോൾ, അല്ലെങ്കിൽ ഒരു നിൽപ്പിൽ ഒരു ഫോഴ്സ് വന്ന് നമ്മൾ വീഴുമ്പോൾ വാ തുറക്കും അറിയാതെ. അപ്പോൾ വാക്കകത്തൂടെയും മൂക്കിൽ കൂടെയും പിന്നെ കയ്യിൽ കിട്ടിയ അതും എടുത്ത് കുടിക്കും. എല്ലാം കൂടി വന്ന് നമ്മൾ മസ്തിഷ്ക ജ്വരം വന്നിരിക്കുന്നത് വലിയ ഒരു ഭീഷണിയായി. സെക്രട്ടേറിയറ്റാണ് ഇതിൻ്റെ നടയാണ് ഇതിൻ്റെ വില്ലൻ എന്നൊരു വാർത്ത വരുന്നുണ്ട്. ജലപീരങ്കി പ്രയോഗത്തിലൂടെ രോഗബാധയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധരും പറയുന്നത്. മൂക്കിലൂടെയും വായിലൂടെയും വെള്ളം കയറാനിടയിൽ ശുദ്ധീകരിക്കാത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ പോലും മൂക്കിൽ വെള്ളം കയറാതെ ശ്രദ്ധിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കുടിക്കാനുള്ള വെള്ളമല്ലല്ലോ അത്. കെട്ടിക്കിടക്കുന്ന എവിടെന്നെങ്കിലും ജലാശയങ്ങളിൽ നിന്നാണ്, കിണറുകളിൽ നിന്നുമൊക്കെയാണ് വെള്ളം എടുത്തുകൊണ്ട് വരുന്നത്. പോലീസ് ക്യാമ്പുകളിലെ ജലസ്രോതസ്സുകൾ, വാട്ടർ അതോറിറ്റിയുടെ ജലസംഭരണികൾ എന്നിവിടങ്ങളിൽ നിന്ന് വെള്ളം എടുക്കാറുണ്ട്. വാട്ടർ അതോറിറ്റി ടാങ്കുകൾ പലതും കൃത്യമായി ശുചീകരിക്കാത്തവയാണ്. അമീബിക് ജ്വരം, മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ ജലാശയങ്ങളിലും ചില ഈ ഒഴിഞ്ഞു കിടക്കുന്ന കിണറുകളുണ്ടല്ലോ, മനുഷ്യർ ഉപയോഗിക്കാത്ത കിണറുകൾ, അവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരുന്ന വെള്ളമാണ് ഇത് ഉള്ളത്. ഇത് വലിയ പ്രശ്നമായി മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ്. നല്ല തമാശയാണ്. സാധാരണ സമരത്തിൻ്റെ കാര്യം വെച്ചുകൊണ്ട് നമ്മൾ മനുഷ്യാവകാശ ലംഘനത്തിന് പോകും. പക്ഷേ സമരം ചെയ്യുന്നതിൽ, ഇരങ്കി അടിക്കുന്നതിൽ, ജലപീരങ്കി അടിക്കുന്നതിൽ വെള്ളം കുഴപ്പമാണ്. അതും ഞങ്ങൾക്ക് നല്ല വെള്ളം തരൂ, ഞങ്ങളെ അടിക്കൂ, വരുണേ നിങ്ങൾ അടിക്കൂ ഞങ്ങളെ, പക്ഷേ നല്ല വെള്ളം അടിക്കൂ എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ പരിപാടി വരുന്നുണ്ട്. എറണാകുളം ജില്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് സരിമോൻ ഒലിക്കൽ DGPക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. അടുത്ത സിറ്റിങ്ങിൽ മനുഷ്യാവകാശ കമ്മീഷൻ പരിഹരിക്കും. അപ്പോൾ രസകരമുള്ള ഒരു കൗതുകമുള്ള വാർത്തയാണ് ഇത് പറഞ്ഞത്. ഞങ്ങളെ വെള്ളം അടിച്ചോളൂ, വെള്ളം അടിക്കരുതെന്നല്ല ഈ പരാതി, വെള്ളം ഇങ്ങനെ ചീറ്റരുത് എന്നല്ല പരാതി, നിങ്ങൾ വെള്ളം അടിച്ചോളൂ, പക്ഷേ നല്ല വെള്ളം നിങ്ങൾ അടിക്കണം, അങ്ങനെ എന്നുള്ളൊരു പരാതിയുമായി മനുഷ്യാവകാശ കമ്മീഷൻ എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നതിൻ്റെ ഒരു കാരണം കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരോഗ്യവകുപ്പ് കൃത്യമായി പോലീസ് വകുപ്പിന് നിർദ്ദേശം നൽകുമായിരിക്കും. ഈ അടിക്കുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി കൂടി നോക്കുക, അല്ലെങ്കിൽ പുറംതിരിഞ്ഞ് നിൽക്കാൻ പറഞ്ഞതിന് ശേഷം അടിക്കുക. മുഖത്തടിക്കരുത്, ഒരു കാരണവശാലും വെള്ളം ഉള്ളിലും ചെല്ലരുത്, മൂക്ക് വഴിയും കയറരുത്, കയ്യിലെടുത്തും കുടിക്കരുത്. അമീബിക് മസ്തിഷ്ക ജ്വരം വലിയ വില്ലനാണ്, സൂക്ഷിച്ചോളുക. ജാഗ്രത. സെക്രട്ടേറിയറ്റ് നടപടി പോകുന്നവരും ഒന്ന് സൂക്ഷിച്ചോളുക. വരുണിൻ്റെ അടുത്ത് ചെന്ന് ചാടരുത്. വരുൺ ചിലപ്പോൾ നമുക്ക് വലിയ പണി തരും.